ലുസണിൽ നിന്നും ഇന്റർലക്കാനിലേക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രെയിൻ ജേർണിയുടെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിന്റെ എപ്പിസോഡ് നമ്പർ 2 ആണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. ഈ ഒരു സീനിക് ട്രെയിൻ റൈഡും പിന്നെ ഇന്റർലക്കാനിൽ ഞങ്ങൾ പോയ കുറച്ച് സ്ഥലങ്ങളുമാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ടല്ലോ, അതായത് കൗബൽസ്, പിന്നെ കുറച്ച് വെള്ളച്ചാട്ടങ്ങള്, കുറച്ച് മലനിരകള്, അങ്ങനത്തെയുള്ള എല്ലാ വൈബും ഈ ഒരു വ്ളോഗിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ എല്ലാവർക്കും ഈ ഒരു ബ്യൂട്ടിഫുൾ വ്ളോഗിലേക്ക് വെൽക്കം. സ്വിസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പല ട്രാവൽ ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞൊരു കാര്യമാണ് സ്വിറ്റ്സർലൻഡിലെ ട്രെയിൻ ജേർണി. ഒരു ട്രെയിൻ റൈഡ് അല്ലേ, ഇതിലിപ്പോ എന്താ ഇരിക്കുന്നതെന്ന് ഈ ഒരു റൈഡ് ചെയ്യുന്നിടം വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം കിടിലനായിരുന്നു കേട്ടോ. വർത്ത് ദ ഹൈപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടുള്ള ഒരു ട്രെയിൻ ജേർണി ആയിരുന്നു. ആ 2 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയത്തേ ഇല്ല. ബേർണിന എക്സ്പ്രസ്, ഗ്ലേഷ്യർ എക്സ്പ്രസ്, ബെല്ലെ എപ്പോക്ക്, ഈ ട്രെയിൻ റൈഡ്സ് ആണ് സ്വിറ്റ്സർലൻഡിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ നമ്മൾ വന്ന സീസൺ ഈ ഒരു ട്രെയിൻ റൈഡ്സ് ചെയ്യാനുള്ള അത്രയും ബെസ്റ്റ് സീസണും അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലുസൺ ടു ഇന്റർലക്കൻ ട്രെയിൻ റൈഡ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേക്ക് ബ്രൈൻസ് ക്രോസ് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രെയിൻ ജേർണിക്ക് നമുക്ക് ആയിട്ടുണ്ടായിരുന്നത് 30 സ്വിസ് ഫ്രാങ്ക് പെർ പേഴ്സൺ ആയിരുന്നു. ഞങ്ങളൊരു ഹാഫ് ഫെയർ സ്വിസ് റെയിൽ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് ട്രെയിൻ ജേർണിക്കും അല്ലെങ്കിൽ ഏത് ബോട്ട് ജേർണിക്കും ഏത് ബസ് ജേർണിക്കും മ്യൂസിയംസിനും ഒക്കെ ഹാഫ് ഫെയർ കൊടുത്താൽ മതിയായിരുന്നേ. അതായത് 30 സ്വിസ് ഫ്രാങ്ക് ആയ ഈ ജേർണിക്ക് ഞങ്ങൾ കൊടുത്തത് 15 സ്വിസ് ഫ്രാങ്ക് ആയിരുന്നു. സ്വിറ്റ്സർലൻഡിൽ നിങ്ങൾ ഒരുപാട് ട്രാവൽസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഹാഫ് ഫെയർ റെയിൽ കാർഡ് എടുക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. എന്തായാലും 2 മണിക്കൂറത്തെ ഒരു ബ്യൂട്ടിഫുൾ സീനിക് ട്രെയിൻ റൈഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർലക്കാനിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രെയിൻ ജേർണിയുടെ ക്ഷീണമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ. കുടിക്കേണ്ടിയിരുന്നില്ലായിരുന്നു തോന്നിപ്പോയി പിന്നീട്. കാരണം ഒരു ചായക്ക് ഏതാണ്ട് 7 സ്വിസ് ഫ്രാങ്ക് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വെല്ലം വെച്ചുണ്ടാക്കി കഴിച്ചാലേ വയറ് നിറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നിയോണ്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോരോ കിറ്റ് കണ്ടില്ലേ, ഞങ്ങൾക്ക് രാത്രിയിലത്തേക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആയിരുന്നു അതിലെല്ലാം. അങ്ങനെ ഹോട്ടലിൽ ചെക്കിൻ ഒക്കെ ചെയ്തു. 2 റൂമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവസാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിനെക്കാട്ടിലും ബോയ്സിന്റെ റൂമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അതിനും അടിപിടിയായി. നിങ്ങളിത് ചതിയാ ചെയ്യുന്നത്. നിങ്ങൾക്ക് മാത്രം എപ്പോഴും നല്ല റൂം. അയ്യോ ഇവരുടെ എന്ത് സൂപ്പറാ. നമുക്കിവിടെ ഒരു ബാൽക്കണിയും ഉണ്ട്. അല്ല ശല്യമാണല്ലോ. അങ്ങനെ വഴക്കുണ്ടാക്കിയെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് നമ്മളെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെയായി നമ്മൾ നേരെ ലോട്ടർ ബ്രണ്ണലിലെ ഈ കാണുന്ന സ്റ്റോബക്ക് ഫോൾസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി ഞാൻ വെറുതെ വോയിസ് ഓവർ ചെയ്ത് ഈ ഒരു വ്ളോഗിന്റെ ബ്യൂട്ടി കളയുന്നില്ല. കുറച്ച് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് കണ്ടാലോ. സ്റ്റോബക്ക് ഫോൾസ് ഒക്കെ കണ്ടിട്ട് തൊട്ടടുക്ക തന്നെയാണ് ലോട്ടർബ്രൺ വാലി ഉള്ളത്. അപ്പോൾ
അപ്പം അവിടേക്ക് നമ്മൾ വെച്ച് പിടിച്ച് പോവാണ്. ഇനി അവിടെ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കണ്ടേ, അതിന് വേണ്ടി പോവാണേ. സ്വിറ്റ്സർലൻഡിലെ മസ്റ്റ് വിസിറ്റ് വില്ലേജസിൽ ഒന്നാണ് ലോട്ടർബർഗൻ കേട്ടോ. അപ്പോൾ അത് ഫുള്ളും എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ഇനിയും വെങ്കൻ എന്ന് പറഞ്ഞ വില്ലേജ് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് കഴിക്കണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ട് കഴിക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളിതാ അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ വെങ്കനിലേക്ക് പോവാണ്. വെങ്കനിലെത്തിയപ്പോൾ കുറച്ച് മഴയുള്ള ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടാവാം അടുത്ത എക്സ്പ്ലോറിംഗ് എന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. ഇനി നമുക്ക് വെങ്കൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ചെറിയ മഴച്ചാറ്റിലുണ്ടെങ്കിലും അതൊന്നും ഞങ്ങൾ ബോധർ ചെയ്തില്ല. കഷ്ടപ്പെട്ട് ഒരു റീൽ എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ, അത് കൊളവാക്കാൻ ഫ്രണ്ട്സും. സ്വിറ്റ്സർലൻഡിലെ അരുവികളുടെയും തോടിലൂടെയും ഒക്കെയുള്ള വെള്ളം കുടിക്കാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടുത്തൊരു ചെറിയൊരു കാട്ടരുവി കണ്ടിട്ട് അവിടുന്ന് കുപ്പിക്കകത്തിൽ കുറച്ച് വെള്ളം കെട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്താലോന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി പോവാണേ. ശരിയാട്ടോ, നല്ല ബുദ്ധിയാണല്ലോ എൽസമാരിക്ക്. നാട്ടില് മീൻ തവളയിൽ വെക്കുന്നതല്ലേ, റൂഡാവണ്ട. അതെനിക്ക് മാത്രം ആരും അനങ്ങുന്നില്ല. കണ്ടോ, ഇവനൊക്കെ നിക്കുന്നുണ്ടോ? വീഡിയോ ഒരാള് കുടിക്കാതിരിക്കും, ഒരാൾക്കെങ്കിലും. നാട്ടിലെ കിണറ്റിലെ വെള്ളം കുടിക്കുന്നല്ലേ, അങ്ങനല്ല. നമ്മള് നാട്ടിൽ തന്നെ ആയിരുന്നേ ഓക്കെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ടില്ലേ.
ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. എന്റെ വീട്ടിൽ പശുമ്പ ഉണ്ടല്ലോ, കുത്തുന്ന പശുമ്പ. ഇതില്ലേ എനിക്ക് കിട്ടിയതാ. അടുത്തത് വെക്കണം. ഇതോ ഇത് പിടി. ഇതെടുത്ത് വെച്ചില്ല ഞാൻ. ഇങ്ങോട്ട് വരാവോ? തിരിച്ചൊരെണ്ണം എടുക്കണേ ചോദിച്ചു. എടാ നിങ്ങളൊരു തീരുമാനത്തിലെത്താം. അങ്ങോട്ട് തന്നെ അങ്ങ് വെച്ച് ഇവിടെ വരണ്ടേ. അങ്ങനെ വെങ്കൻ എക്സ്പ്ലോർ ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് കുറച്ച് ഫൺ ആയിട്ടുള്ള ലൈഫ് ടൈം മെമ്മറി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനിയും ഹാർഡർ കം എന്ന് പറഞ്ഞ ടോപ്പ് ഓഫ് ഇന്റർലക്കാനിലേക്ക് പോവാണേ. പോകുന്ന വഴിയുള്ള യാത്ര സീനിക് റൂട്ട് തന്നെയാണ്, ഞാൻ എടുത്തു പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രെയിൻ ജേർണീസ് ഒക്കെ നല്ല വേർത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അങ്ങനെ നല്ലൊരു ജേർണി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇന്റർലക്കാനിലെത്തി. ഇനി നമ്മൾ ഹാർഡർക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് ടോപ്പ് ഓഫ് ഇന്റർലക്കാനിലേക്കാണ് പോകുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്നൊരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടുന്ന് ഹോട്ട് ചോക്ലേറ്റിനെക്കാട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഐസ്ക്രീംസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഹാർഡർക്കം പോവാണ്. യങ്ഫ്രോ ആണ് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ ഹാർഡർക്കം ആണ് ടോപ്പ് ഓഫ് ഇന്റർലക്കാൻ എന്നറിയപ്പെടുന്നത്. അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത് നമ്മൾ ഫ്യൂണിക്കുലാർ വഴിയാണ്. ഫ്യൂണിക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിൾ റെയിൽവേ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് റെയിൽവേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 34 സ്വിസ് ഫ്രാങ്ക് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ ഹാഫ് എയർ സ്വിസ് കാർഡ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഹാഫേ നമുക്ക് ആവത്തുള്ളൂ. ഫുഡ് കൊണ്ട് Le téléphérique du Harder, inauguré en 1908,
ഗ്ലോയിങ് ആണോടെ ആണടേ നാച്ചുറൽ ഗ്ലോയാ. അങ്ങനെ ഹാർഡർ കമ്മിൽ നിന്ന് അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തിട്ട് സൺസെറ്റൊക്കെ അവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം അത് ഈ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുറച്ച് എടുത്ത ഫോട്ടോസും കൂടെ കാണിച്ചിട്ട് ഞാനൊരു വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പം അടുത്തൊരു ബ്യൂട്ടിഫുൾ വ്ളോഗായിട്ട് കാണുന്നതിന് വരെ ബൈ.